സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മരിച്ചത് മലപ്പുറം കീഴാറ്റൂർ സ്വദേശിനി സരോജിനി. ഇന്ന് 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രോഗബാധ. കാട്ടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ജ്യൂസിൽ ഷിഗല്ല. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീനറായി നിയമിച്ചതിൽ വിവാദം. സർക്കാർ നടപടി ദുരൂഹമെന്ന് ദേവസ്വം മുൻ മന്ത്രി VN വാസവൻ. മന്ത്രിസഭാ തീരുമാനമെന്നും സ്വർണ്ണക്കൊള്ള പ്രതികൾ രക്ഷപ്പെടില്ലെന്നും മന്ത്രി K മുരളീധരൻ. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഉടനെന്ന് റിപ്പോർട്ട്. 14 നിർദ്ദേശങ്ങളുള്ള ധാരണാപത്രം പുറത്തുവിട്ട് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനെതിരായ ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കും. ഇറാൻ ഹോർമുസ് തുറക്കും. മറ്റന്നാൾ ജനീവയിൽ ഒപ്പുവെച്ചേക്കും. കരാർ തൊട്ടടുത്ത ഇറാൻ. ലെബനനിൽ വെടിനിർത്തലിന് സമ്മതിച്ച് ഇസ്രയേൽ. സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് മന്ത്രി M ലിജു. സഹകരണ മേഖലയിൽ 3 മാസത്തേക്ക് ജപ്തി നടപടികൾ ഒഴിവാക്കും. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ബുധനാഴ്ച ഹാജരാകണം. അഭിഭാഷകർ വഴി രേഖകൾ ഹാജരാക്കാമെന്ന വീണയുടെ ആവശ്യം ED തള്ളി. ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ED തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. നീറ്റ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂട്ടി. ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 2-ൽ നിന്ന് 4 ആക്കി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 1 മാസത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് കാനഡ ബോസ്നിയ പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പര നാളെ മുതൽ. വനിതാ 2020 ലോകകപ്പിന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം മറ്റന്നാൾ പാകിസ്ഥാനെതിരെ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ കുടുംബത്തിന് ലഭിച്ച നഷ്ടപരിഹാര തുക തട്ടിയെടുത്തെന്ന് പരാതി. 8 ലക്ഷത്തോളം രൂപ കവർന്നത് മരിച്ച മലപ്പുറം പൂച്ചപ്പാറ സ്വദേശി മണിയുടെ ഭാര്യ മാതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. സ്റ്റോറി ഓഫ് ദ ഡേ. വാർത്തകളുടെ ചരിത്രവുമായി ജോർജ് കുട്ടി.